ബീഹാർ കാട്ടിലെ മഹാരാജാവായ സിംഹം തന്റെ പ്രജകളെ നന്നായി സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും സന്തുഷ്ടരായിരുന്നു. ഒരു ദിവസം വിശ്രമിക്കുകയായിരുന്ന സിംഹരാജാവിനെ കാണാൻ ഒരു കൂട്ടം മുയലുകൾ വന്നു. സിംഹരാജാവേ പ്രണാമം. അങ്ങയോട് ഒരു പരാതി പറയാനാണ് ഞങ്ങൾ വന്നത്. പരാതിയോ? പറയൂ, എന്താണത്? കാര്യം എന്തെന്ന് വെച്ചാ ഒരു കുറുക്കത്തി ഞങ്ങളെ എപ്പോഴും ഉപദ്രവിക്കും. മഹാരാജാവേ, ഞങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങളുടെ മാളത്തിന് പുറത്ത് ഒരു കല്ല് വെച്ച് ഞങ്ങളെ പുറത്തിറങ്ങാൻ പറ്റാതെ ആക്കി കളയും ആ കുറുക്കത്തി. ഇത് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് രാജാവേ. ഈ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് രാജാവേ. ഇത് മാത്രമല്ല, എന്തെങ്കിലും വിധത്തിൽ അവർ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങളെ എല്ലാവരെയും. അപ്പോൾ കുറുക്കത്തി നിങ്ങളെ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ അവരെ വിളിച്ചു വരുത്താം. സിംഹരാജാവ് കുറുക്കന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് സംസാരിച്ചു. പറയൂ കുറുക്കന്മാരെ, നിങ്ങൾ ഇവരുടെ വീടിന്റെ മുമ്പിൽ കല്ല് വെച്ച് വഴി മുടക്കാറുണ്ടോ? നിങ്ങൾ പറയുന്നത് ശരിയാണ് രാജാവേ. പക്ഷെ ഇത് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. ഇവരൊക്കെ ഞങ്ങളുടെ ഭക്ഷണം ഒളിപ്പിച്ചു വെക്കും. ഈ പറയുന്നത് ശരിയാണോ മയിലുകുട്ട? അതെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില വികൃതികൾ ഇത് ചെയ്തിട്ടുണ്ട് രാജാവേ. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ശരി, ഇവരോട് മാപ്പ് ചോദിക്കൂ. ഇനി മുതൽ കുറുക്കന്മാർ നിങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യില്ല. ഇത് എന്റെ കാടാണ്. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിംഹരാജാവ് രണ്ടു കൂട്ടരെയും സമാധാനപ്പെടുത്തി തിരിച്ചയച്ചു. അങ്ങനെ സിംഹത്തിന്റെ ഭരണം വളരെ നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കുറെ മൃഗങ്ങൾ കരഞ്ഞുകൊണ്ട് അവിടെ എത്തി. വന്ന മൃഗങ്ങളൊക്കെ കരയുന്നത് കണ്ട് രാജാവ് ചോദിച്ചു, എന്തുപറ്റി? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം പറയുന്നേ. മഹാരാജാവേ, ഞങ്ങൾ തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു സിംഹം ഞങ്ങളെ തടഞ്ഞു. ഞങ്ങളെ ഓടിച്ചു വിട്ടു. എന്ത്? ആ സിംഹം എവിടെ നിന്നാണ് വന്നത്? അയൽക്കാട്ടിൽ നിന്നാണ് മഹാരാജാവേ. ഞങ്ങൾ തടാകത്ത് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ പേടിപ്പിച്ച് ഓടിക്കും. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ആ തടാകം അവന്റെ ആണത്രേ. ഞങ്ങൾ അവിടെ വെള്ളം കുടിക്കാൻ വരാൻ പാടില്ല. നിങ്ങൾ അവനോട് പറഞ്ഞില്ലേ ശരിക്കും ഈ കാടും ആ നദിയും എന്റേതാണെന്ന്? ഞങ്ങൾ അവനോട് പറഞ്ഞു രാജാവേ, നിങ്ങളാണ് ഈ കാട്ടിലെ രാജാവെന്ന്. പക്ഷെ അവൻ നിങ്ങളെ കുറിച്ച് അസഭ്യം പറഞ്ഞു. അത്രയ്ക്ക് അഹങ്കാരമോ? വരൂ എന്റെ കൂടെ, ഞാനൊന്ന് കാണട്ടെ ആ സിംഹം ആരാണെന്ന്. എന്റെ ജലാശയത്തെ അവന്റെ ജലാശയം എന്ന് പറയുന്നല്ലേ? സിംഹരാജാവ് സകല മൃഗങ്ങളെയും കൂട്ടി ആ ജലാശയത്തിന്റെ അടുത്തെത്തി. നിങ്ങൾ പോയി വെള്ളം കുടിക്കൂ, ഞാനിവിടെ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഷേർ സിംഗ് പറഞ്ഞത് കേട്ട് വെള്ളം കുടിക്കാൻ പോയി മൃഗങ്ങളൊക്കെ. പക്ഷേ അവിടെ അപ്പോൾ ഷേർഖാൻ എത്തി. നിങ്ങൾ വീണ്ടും എത്തിയല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ ഒരിക്കലും നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ലെന്ന്. പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? മരണത്തെ പേടിയില്ലാതായോ? ഷേർഖാനെ കണ്ടതും രാജാവ് ഷേർ സിംഗ് മറവിൽ നിന്നും പുറത്തേക്ക് വന്നു. ഓ, നീയായിരുന്നു ഷേർഖാൻ. കേട്ടോളൂ, ഇവനെന്റെ ആത്മമിത്രമായിരുന്നു. അയൽക്കാട്ടിലെ സിംഹത്തോട് ചേർന്ന് ഇവനെന്റെ ശത്രുവായി മാറി. ഇപ്പോൾ എന്റെ തടാകത്തെ അവന്റെ തടാകം എന്ന് പറയുന്നു. ഷേർഖാൻ, നിനക്ക് നല്ലോണം അറിയാം ഇത് എന്റെ തടാകമാണെന്ന്. നിനക്കെന്താ വട്ടുണ്ടോ? ഷേർ സിംഗ്, സുഹൃത്ത് എന്ന വാക്ക് നിന്റെ വായിൽ നിന്ന് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ എപ്പോഴാണ് എന്നെ സുഹൃത്തായിട്ട് കണ്ടത്? മര്യാദയ്ക്ക് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ മരിച്ചു വീഴും. നീ വല്ലാതെ മാറിയിരിക്കുന്നു ഷേർഖാൻ. നമ്മുടെ സൗഹൃദം പോലും നീ മറന്നുപോയല്ലേ? ഈ ഷേർ സിംഗ് ഷേർഖാനെ കൊണ്ട് നമുക്ക് തലവേദന ആയല്ലേ? തള്ളേ കൊള്ളാം. ഇവര് രണ്ടും ഒന്നായിരിക്കുന്നതായിരിക്കും. നമുക്ക് ശാപ്പാടടിക്കാൻ പറ്റില്ലടേ. എന്തെങ്കിലും ഒരു സൂത്രം ഉപയോഗിച്ച് ഇവരുടെ സൗഹൃദം പൊളിച്ചെടുക്കണം. ആ ചെന്നായ കാട്ടിലെ ഒരു നിയമവും പാലിക്കാറില്ല. സിംഹങ്ങളെ ജന്മശത്രുവായിട്ടാണ് കണക്കാക്കുന്നത്. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഷേർഖാനും ഷേർ സിംഗും തമ്മിലുള്ള സൗഹൃദമാണ്. അവരുടെ സൗഹൃദം ഇല്ലാതാക്കാനായി മെനക്കെട്ട് നടക്കുകയായിരുന്നു അതിന്റെ പണി. പക്ഷെ അവർക്ക് ഒരു സൂത്രം കിട്ടി. നാളെ ഷേർ സിംഗിന്റെ ജന്മദിനമാണ്. അവൻ എന്ത് സമ്മാനമാണ് ഞാൻ കൊടുക്കുക? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. തള്ളേ, നമ്മുടെ അടുത്തിന്റെ 1 നമ്പർ ഐഡിയ പറയട്ടെ. നിങ്ങൾ എനിക്ക് ഐഡിയ തരുന്നു? നിങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങൾ നിങ്ങളുടെ ജന്മശത്രുക്കളല്ലേ? ആളെ കളിയാക്കല്ലേ? അയ്യോ, ഇതാരോ പറഞ്ഞുണ്ടാക്കി കെട്ടുകഥകളല്ലേ? അതെല്ലാം വിടന്നേ. ഇത് നോക്കിയേ, ഞങ്ങൾ കൊണ്ടുവന്ന എന്താ നോക്കിയേ. ചെന്നായകൾ ഷേർഖാന് ഒരു വലിയ കണ്ണാടി സമ്മാനിച്ചു. ആ കാട്ടിൽ ഇതിനു മുമ്പ് ആരും തന്നെ കണ്ണാടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷേർഖാൻ അതിൽ തന്റെ പ്രതിബിംബം കണ്ട് ഞെട്ടിപ്പോയി. ഇത് കൊള്ളാലോ, ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഷേർഖാൻ അത് ഷേർ സിംഗിന് സമ്മാനിക്കാൻ തീരുമാനിച്ചു. ഷേർഖാൻ, നിങ്ങൾ ഷേർ സിംഗിന് സമ്മാനിച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകും.
അതുകൊണ്ട് കണ്ണാടിയുടെ അടുത്തിരിക്കുന്നതാണ് ബുദ്ധി ബുദ്ധി. ശരി. ഷേർഖാൻ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നായകൾ ഷേർസിംഗിനെ കണ്ട് പറഞ്ഞു, ക്ഷമിക്കണം ഷേർ സിംഗ്, ഒരു മോശം വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ പറയട്ടെ, പറയൂ, എന്താണ് ആ വാർത്ത? നിങ്ങളുടെ ആത്മമിത്ര ഷേർഖാൻ മറ്റൊരു സിംഹമായി ചേർന്ന് നിങ്ങളെ കൊല്ലാനായി ഒരു പ്ലാൻ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇല്ല, അത് ഒരിക്കലും നടക്കില്ല. എനിക്കറിയാമെന്ന്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലാന്ന്. നേരിട്ട് പോയി കണ്ടേ സംശയം തീർക്കാൻ ഷേർ സിംഗ്. ആദ്യം ഷേർ സിംഗിന്റെ കണ്ണു മൂടും, പിന്നെ ഷേർഖാൻ ഷേർസിംഗിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഷേർസിംഗ് വിപരീതമായിട്ടാണ് ചിന്തിച്ചത്. ഷേർഖാൻ തന്നെ കൊല്ലാൻ മറ്റൊരു സിംഹവുമായി കൂട്ടുകൂടിയിരിക്കുന്നു എന്ന്. ഷേർ സിംഗിന്റെ പിറന്നാളിന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് കണ്ട് അവൻ ഞെട്ടിത്തെറിക്കും. നല്ല തമാശയായിരിക്കും. ഇത് കണ്ട് കോപിഷ്ഠനായ ഷേർസിംഗ് അവിടെ നിന്നും പോയി. ഷേർഖാൻ ഉറങ്ങുന്ന സമയം നോക്കി ആ ചെന്നായകൾ കണ്ണാടി എടുത്ത് ഓടിക്കളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ കണ്ണാടി കാണാതായത് കണ്ട്, അല്ല, ആ കണ്ണാടിയോടെ ഇന്നലെ ഇവിടെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവിടെ എല്ലായിടത്തും തേടി നോക്കിയിട്ടും കണ്ണാടി കിട്ടിയില്ല. അവൻ വിഷമത്തോടെ വെറും കൈയോടെ ഷേർസിംഗിന്റെ അടുത്തേക്ക് പോയി. ജന്മദിന ആശംസകൾ സുഹൃത്തേ. സുഹൃത്തോ? നീ സുഹൃത്തല്ല. സുഹൃത്തെന്ന വാക്കിനെ നീ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. കളങ്കപ്പെടുത്തിയിരുന്നു? ഞാൻ എങ്ങനെ കളങ്കപ്പെടുത്തി? നീ മറ്റൊരു സിംഹത്തിനോട് കൂട്ടുചേർന്ന് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ടില്ലേ? പച്ച നുണയാണിത്. ഇന്നലെ മറ്റൊരു സിംഹത്തോടൊപ്പം ഞാൻ നിന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മറ്റൊരു സിംഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷേർഖാന് കണ്ണാടിയുടെ കാര്യം ഓർമ്മ വന്നു. ഓ, അതോ, അത് വേറൊരു സിംഹമായിരുന്നില്ല. അത് ഞാൻ കണ്ണാടിയിൽ എന്റെ പ്രതിബിംബം നോക്കി നിൽക്കുന്നതായിരുന്നു. ഖാൻ കണ്ണാടിയെക്കുറിച്ച് ഷേർസിംഗിന് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. അന്ന് വരയ്ക്കും കണ്ണാടി എന്ന സാധനം ആ കാട്ടിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷേർഖാൻ പറഞ്ഞതൊന്നും ഷേർസിംഗ് വിശ്വസിച്ചില്ല. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. സ്ഥലം വിട്ടോ എവിടെന്ന്. ഇനി നിന്റെ മുഖം എന്നെ നീ കാണാൻ ഇടയാക്കരുത്. ശരി, ഞാൻ പോകുന്നു. സുഹൃത്ത് പറഞ്ഞതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത നീ, സൗഹൃദത്തിന് നീ അർഹനല്ല. ഈ കാട് വിട്ട് പോകുകയാണ് ഞാൻ. നീ ഇവിടുന്ന് പോയവനല്ലേ, പിന്നെ എന്തിനാ നീ ഇവിടെ തിരിച്ചു വന്നത്? അന്ന് ഞാൻ വെറും ഒരു സിംഹമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കാട്ടിലെ രാജാവാണ്. അതുകൊണ്ട് ഈ ജലാശയത്തിന്റെ ആധിപത്യം ഞാൻ എടുക്കുകയാണ്. ഷേർഖാനും ഷേർസിംഗും ദൂരെ നിന്നിരുന്ന ചെന്നായികൾ ചിരിക്കുകയായിരുന്നു. കണ്ടടേ, ഇത് ഞാനടേ ബുദ്ധി എന്ന് പറയുന്നത്. ഇവര് രണ്ടും അടിച്ചു പിരിയും, പിന്നെ നമ്മളായിരിക്കും കാട്ടിലെ രാജാക്കന്മാര്. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരയ്ക്കും ഈ ജലാശയം മാത്രമല്ല, ഈ കാടിലെ ഒരു മണ്ണ് കൂടെ നിനക്ക് സ്വന്താക്കാൻ പറ്റില്ലടാ. ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. ഞാനല്ല, ഇന്ന് നീയാണ് എന്റെ കയ്യിൽ മരിക്കാൻ പോകുന്നത്. അല്ല, ഇതെന്താ ഇത്? എന്റെ മുഖത്ത് ആരാണ് വെളിച്ചം അടിക്കുന്നത്? ഷേർസിംഗ് കുപിതനായത് കണ്ട് മാൻ ഇങ്ങനെ പറഞ്ഞു, ക്ഷമിക്കണം രാജാവേ, കളിക്കുമ്പോ എന്റെ മോന് ഈ സാധനം കിട്ടിയതാണ്. ഇത് അതിന്റെ പ്രകാശമാണ്. അതെ, ഇതൊരു മാജിക് സാധനമാണ്. ഇത് കണ്ടോ, നമ്മളെ തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട ഷേർസിംഗ് സ്തബ്ധനായി പോയി. കുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ സാധനം അടുത്ത് വെച്ച് സിംഹം നോക്കി. അത് ഒരു കണ്ണാടിയുടെ പൊട്ടിയ കഷ്ണമായിരുന്നു. അല്ല, ഇത് ആ സാധനമല്ലേ? ഷേർഖാൻ ഇതിനെ കുറിച്ചാണോ പറഞ്ഞത്? ഇതിൽ എന്റെ മുഖം തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ വസ്തുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചത് സുഹൃത്തെ, പക്ഷേ നിനക്കത് മനസ്സിലായില്ല. അങ്ങനെ പറയരുത് ഷേർഖാൻ. ഈ വസ്തുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. നീ പറഞ്ഞത് വെച്ച് മാത്രം എനിക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? നീ തന്നെ ഒന്ന് ചിന്തിച്ചേ. നീ ഒരിക്കലും കാണാത്തൊരു വസ്തുവിനെ കുറിച്ച് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നീ ഉടനെ തന്നെ അവനെ വിശ്വസിക്കുമോ? പറയൂ. മറ്റാര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, പക്ഷെ നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്റെ സുഹൃത്തെ. എന്നോട് ക്ഷമിക്കണം ഷേർഖാൻ. നീ പറഞ്ഞത് ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. നിന്നെ ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കുകയും ചെയ്തു. അതോർത്ത് ഞാൻ ലജ്ജിക്കുന്നു സുഹൃത്തെ. ബുദ്ധികൾ ഒന്നു ചേർന്നത് കണ്ട് ദുഷ്ടബുദ്ധികളായ ചെന്നായകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തള്ളേ, വേഗം ഓടിക്ക, ഇവര് രണ്ട് തിരിച്ചു ഒന്നായടേ. ഇതെല്ലാം ആ ചെന്നായ്ക്കള് പ്ലാൻ ചെയ്ത വൃത്തികേടാണ്. അവന്മാര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ ആ കണ്ണാടി സമ്മാനിക്കാന്ന് വിചാരിച്ചത്. അതായിരുന്നു എല്ലാത്തിനും കാരണം. വിഷമിക്കേണ്ട സുഹൃത്തെ, ഇന്ന് നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം തീർന്നില്ലേ? അതുകൊണ്ട് ഇന്ന് സുദിനമാണ്. നമ്മൾ വീണ്ടും സുഹൃത്തുക്കളായി. അതോടുകൂടി ഷേർസിംഗിന്റെയും ഷേർഖാന്റെയും ബദ്ധശത്രുത എന്നേക്കുമായി അവസാനിച്ചു. അങ്ങനെ രണ്ട് കാട്ടിലെയും മൃഗങ്ങൾക്ക് ആ ജലാശയത്തിൽ വന്ന് വെള്ളം കുടിക്കാൻ സാധിച്ചു. ആ കാട്ടുവഴിയിലൂടെ പിങ്കി കുറുക്കൻ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഓടിക്കോ,
ഓടിക്കോ ഓടിക്കോ, നമ്മുടെ കാട്ടിൽ ഒരു വിചിത്ര ജീവി വന്നിരിക്കുന്നു, ഓടിക്കോ. അയ്യോ, അത് നമ്മളെയൊക്കെ പിടിച്ച് തിന്നും. അവിടുന്നാണ് ഞാൻ ഓടി വരുന്നത്, ഓടിക്കോ. ഇങ്ങനെ ബഹളം വെച്ച് നിലവിളിച്ചോടുന്ന അവളെ കണ്ട് മറ്റു മൃഗങ്ങളൊക്കെ അതിശയിച്ചു നിന്നു. ഇവൾക്കിതെന്ത് പറ്റി? ഇവളെന്തിനാ ഈ പ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ തുള്ളി ഓടുന്നത്? എന്തൊക്കെയോ ചറപറാന്ന് വിളിച്ചു പറയുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മുയൽക്കുട്ടിയും ഇതുപോലെ തന്നെ കിതച്ച് ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഏതോ ഒരു വിചിത്ര ജീവി വന്ന് നമ്മളെ തിന്നാൻ പോകുന്നു, ഓടിക്കോ. ഞാൻ എന്റെ ജീവൻ കൊണ്ട് ഓടി വരികയാണേ, അയ്യോ രക്ഷപ്പെട്ടോളൂ. എന്തൊരു ഭയാനകമായ ജീവി, എന്റെ ഈശ്വര. എല്ലാരും ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അത് നമ്മളെ കൊന്നു തിന്നും, വേഗം. ആദ്യം പിങ്കി കുറുക്കൻ ഓടി, പിന്നെ ദാ ഈ മുയലുകുട്ടൻ ഓടുന്നു. ഈ കാട്ടിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കിത് ചോദിച്ചറിഞ്ഞേ പറ്റൂ. എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടോ? മൃഗങ്ങളൊക്കെ ചേർന്ന് മുയലിനെയും കുറുക്കനെയും പിടിച്ച് ചോദിക്കാൻ പിന്നാലെ ഓടി. അയ്യോ ഓടരുത്, നിക്കണം. ആരെങ്കിലും അവരെന്ന് പിടിച്ച് നിൽക്കൂ, എന്താ കാര്യം എന്ന് അറിയണല്ലോ. എല്ലാ മൃഗങ്ങളും ചേർന്ന് അവരെ പിടിച്ചു നിർത്തി. അവർ രണ്ടുപേരും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിച്ചതുകൊണ്ട് അവർക്ക് കുറച്ചു നേരത്തേക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. മൃഗങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്ന? നിങ്ങൾ ഈ കാട്ടിൽ എന്താ കണ്ടത് ഇങ്ങനെ പേടിച്ചോടാൻ വേണ്ടി? പറയൂന്നേ. എന്റെ ആനച്ചേട്ടാ, ആ പുഴയുടെ തീരത്തെ 2 മുഖമുള്ള ഒരു സിംഹം, ഇരട്ട മുഖമുള്ള സിംഹം വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ നേർക്ക് പാഞ്ഞപ്പോ ഞാൻ ഓടി. ഇവള് പറയുന്നത് ശരിയാണെന്നേ, ഞാനൊരു ഇരട്ടത്തലയുള്ള സിംഹത്തിനെ അവിടെ കണ്ടു. എന്നെ നോക്കി ഓടി വരുമായിരുന്നു. എന്റെ ഭാഗ്യത്തിന് എന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇരട്ടത്തലയുള്ള സിംഹോ? ഇതെങ്ങനെ സംഭവിക്കാനാ? എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ അങ്ങനെ ഒരു ജീവനെ കണ്ടിട്ടില്ല. എന്റെ കൊരങ്ങച്ചാരെ, ഇവര് 2 പേരും കണ്ണുകൊണ്ട് ആ ഇരട്ടമുഖമുള്ള സിംഹത്തിനെ കണ്ടുത്രേ. അതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടാവൂലേ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇത് സത്യമാണോ കളവാണോ എന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു ശബ്ദം കേട്ടു. ഒരു വിചിത്ര രൂപിയായ ജീവി അവരുടെ പുറകെ വന്ന് നിന്നു. ആ ജീവി സംസാരിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും പറയുന്നത് പരമാർത്ഥമാണ്. ഇവർ രണ്ടുപേര് കണ്ടതും 100% സത്യമാണ്. ഈ ശബ്ദം കേട്ട് എല്ലാ ജീവികളും തിരിഞ്ഞു നോക്കി. അവിടെ ഇരട്ട മുഖമുള്ള ഒരു സിംഹം നിൽപ്പുണ്ടായിരുന്നു. മൃഗങ്ങളെല്ലാം ആ ഇരട്ടത്തല വിചിത്ര ജീവിയെ കണ്ട് പരിഭ്രമിച്ചു നിന്നു. ധൈര്യം സംഭരിച്ച് എങ്ങനെയൊക്കെയോ അവർ ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ വരുന്നത്? നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ വനത്തിന്റെ പുതിയ രാജാവാണ്. എനിക്ക് 2 മുഖമുണ്ട്, പിന്നെ എന്റെ ശക്തി അതും ഡബിളാണ്. ഇനി മുതൽ നിങ്ങളൊക്കെ എന്റെ ആജ്ഞ അനുസരിച്ച് ജീവിച്ചോണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്റെ ഇരയാകും, മറക്കണ്ട. മഹാരാജാവേ, ഞങ്ങളെ കൊല്ലരുത്. താങ്കൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അങ്ങ് ഞങ്ങളുടെ മഹാരാജാവല്ലേ, അങ്ങയുടെ വാക്ക് പാലിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. എന്നാൽ കേട്ടോളൂ, ഇന്ന് മുതൽ പച്ചക്കറികളും ഫ്രഷ് ആയിട്ടുള്ള മാംസവും എനിക്ക് കൊണ്ടുതരണം. മറക്കരുത്, ഫ്രഷ് മാംസമായിരിക്കണം. അധികം മാംസം കൊണ്ടുവരരുത്, കുറച്ച് കൊണ്ടുവന്നാ മതി, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. ശരി മഹാരാജാവേ. അതിനുശേഷം മൃഗങ്ങളൊക്കെ അവിടെ നിന്നും പിരിഞ്ഞുപോയി. അങ്ങനെ ഇരട്ടമുഖമുള്ള സിംഹത്തിന് വേണ്ടി അവർ ഭക്ഷണം ഒരുക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുറുക്കൻ പറഞ്ഞു, എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ വിചിത്ര ജീവിക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത്? നമ്മുടെ അധ്വാനം മുഴുവൻ അത് തിന്ന് തീർക്കാണ്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ. എടാ കുറുക്ക, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ ഇരട്ടത്തലയുള്ള വിചിത്ര ജീവി പറയുന്നത് കേൾക്കുക എന്നല്ലാതെ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? നീ കണ്ടില്ലേ, ആ സിംഹത്തിന് 2 മുഖമാണ്. അതിനെ കണ്ടാൽ അറിയാം ഒരു അപകടകാരിയാണെന്ന്. അത് മാത്രല്ല, ആ സിംഹം പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലേ ആ ഇരട്ട മുഖം കൊണ്ട് നമ്മളെ എല്ലാവരും അടിച്ചു കൊന്നു തിന്നും. അപ്പോൾ രാജനേലി അവിടെ എത്തി. അവൻ അയൽക്കാട്ടിലെ തന്റെ സുഹൃത്തുക്കളെ കണ്ടിട്ട് വരുന്ന വഴിയായിരുന്നു. മൃഗങ്ങൾ പറയുന്നതെല്ലാം കേട്ട ശേഷം അവൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇരട്ടത്തലയുള്ള സിംഹം നമ്മുടെ കാട്ടിൽ വന്നിരിക്കുന്നു. ശപ്പ, വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. എടോ, സിംഹത്തിന് എങ്ങനെ 2 തലയുണ്ടാവും? ഇതിലെന്തോ ഒരു ഉടായ്പുണ്ട്, ഉറപ്പ്. എടാ രാജ, നീ ഇപ്പോഴും വന്നിട്ടല്ലേ ഉള്ളൂ. നീ ആ ഇരട്ടമുഖമുള്ള സിംഹത്തിനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് അറിയില്ല, ഞങ്ങളൊക്കെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങൾക്കറിയാം, അവന് ഇരട്ട മുഖമുണ്ട്. അവൻ ഭയങ്കര അപകടകാരിയാണ്. അവൻ ശരിക്കുള്ള ഒരു സിംഹമാണെങ്കിലേ
പിന്നെ എന്തിനാ അവൻ പച്ചക്കറി കഴിക്കുന്നത്? എടോ, സിംഹം പൂർണ്ണ മാംസാഹാരിയാണ്, അതിന് പച്ചക്കറി ഒന്നും ആവശ്യമില്ല. എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ആ സിംഹം കുറച്ചേ മാംസം കഴിക്കുന്നുള്ളൂ. ദിസ് ഇസ് നോട്ട് ഗുഡ്. ശരിക്കുള്ള സിംഹമാണെങ്കിൽ കുറേ മാംസം കഴിക്കും. ഇത് ഉടായ്പ് തന്നെ, സംശയമില്ല. എടാ രാജനെലി, നിനക്കിത് ഉടായ്പാണെന്ന് സംശയം ഉണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി വാസ്തവം കണ്ടുപിടിക്കുന്നേ. തീർച്ചയായിട്ടും ഞാൻ അതിന് ശ്രമിക്കുന്നതായിരിക്കും. ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അങ്ങനെ രാജനെലി ആ സിംഹത്തിന്റെ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. അവൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇരട്ടമുഖ സിംഹത്തിന്റെ ഭക്ഷണവുമായി അവിടെ എത്തി. മഹാരാജാവേ, അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവുമായി ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പുറത്തു വന്നാലും ആഹാരം എടുത്താലും. ഭക്ഷണം അവിടെ വെച്ചിട്ട് എല്ലാവരും തിരിഞ്ഞു പോയിക്കോളൂ. മൃഗങ്ങളൊക്കെ ആ ഭക്ഷണം അവിടെ വെച്ച് മടങ്ങിപ്പോയി. ആ ഇരട്ടമുഖ സിംഹം പുറത്തു വന്ന് ഭക്ഷണം എടുത്തോണ്ട് അകത്തേക്ക് പോയി. ഭക്ഷണം നോക്കി ചിരിച്ചുകൊണ്ട് ആ ജീവി പറഞ്ഞു, ഈ മൃഗങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാണ്. എവിടെങ്കിലും ഇരട്ട മുഖമുള്ള സിംഹം ഉണ്ടാവോ? പൊട്ടന്മാര്. എങ്ങനെ ആയാലും എന്താ, എന്റെ കാര്യം കുശാലായ നടക്കുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ജീവി തന്റെ മാസ്ക് അഴിച്ചു മാറ്റി. മുഖമൂടി അഴിച്ചു മാറ്റിയപ്പോഴാണ് മനസ്സിലായത് ആ ഇരട്ടമുഖ സിംഹം ആ കാട്ടിലെ കല്ലു ചെന്നായായിരുന്നു. ഈ പൊട്ടന്മാരെ പേടിച്ചിട്ടേ നല്ല ഭക്ഷണം എത്തിക്കുന്നുണ്ട്. എനിവേ, ഞാൻ കഴിക്കട്ടെ, എനിക്ക് വല്ലാതെ വിശപ്പ്. രാജനെലി ഇതൊക്കെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി. രാത്രി കുറെ കഴിഞ്ഞ ശേഷം അവൻ കാട്ടിലേക്ക് തിരിച്ചുപോയി. മൃഗങ്ങളോടൊക്കെ അവൻ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. പിറ്റേ ദിവസം മൃഗങ്ങളൊക്കെ ചേർന്ന് ഗുഹയുടെ വാതിൽക്കലെത്തി. പുറത്തു നിന്നവരൊക്കെ സിംഹത്തെ ഉച്ചത്തിൽ വിളിച്ചു. മഹാരാജാവേ, ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ആലോചിക്കുകയായിരുന്നു, ഇതുവരെയ്ക്കും മഹാരാജാവിന് ഒരു വെൽക്കം പാർട്ടി തന്നില്ലല്ലോ. അതുകൊണ്ട് മഹാരാജാവേ, വേഗം വെളിയിൽ വന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഈ പൊട്ടന്മാർക്കല്ലേ എന്താ പറ്റിയത്? ഇത്ര രാവിലെ വന്ന് ഇവിടെ നിലവിളിച്ചോണ്ടിരിക്കുന്നു. ഈ 2 നില സിംഹത്തിന്റെ കോസ്റ്റ്യൂം എവിടെയാണ്? ഞാൻ വേഗം അതൊന്ന് ഇടട്ടെ. എവിടെ പോയി? കല്ലു ചെന്നായ പെട്ടെന്ന് തന്നെ മാസ്കും കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ച് പുറത്തു വന്ന് നോക്കി. പക്ഷേ മൃഗങ്ങൾ ഭക്ഷണമൊന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ വെറും കൈയോടെ വന്നിരിക്കുന്നത്? എന്റെ സ്പെഷ്യൽ ഫുഡ് എവിടെ? ഞങ്ങൾ വെറും കൈയോടെ അല്ല രാജാവേ വന്നത്. ഞങ്ങളുടെ കൂടെ വരുമെന്നേ. ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഫീസ്റ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങേക്ക് ഇന്ന് തൃപ്തി ആവോളം ഭക്ഷണം കഴിക്കാം. കല്ലു ചെന്നായ ഒന്നും ആലോചിച്ചില്ല, മുന്നോട്ട് നടന്നു. അവൻ ഗുഹയിൽ നിന്നും പുറത്തു വന്നതോടെ മൃഗങ്ങളൊക്കെ അവനെ ചുറ്റി വളച്ചു. പെട്ടെന്ന് മൃഗങ്ങളൊക്കെ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും അവനെ ആക്രമിക്കാൻ തുടങ്ങി. അവൻ നിലവിളിക്കാനും, അയ്യോ അടിക്കല്ലേ, ഞാൻ നിങ്ങളുടെ രാജാവാണ്, അയ്യോ അടിക്കരുത്, 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 അയ്യോ അയ്യോ വേദനിക്കുന്നു. എടാ ചെന്നായേ, നിന്റെ ഉട്ടൻസ് എല്ലാം പൊളിഞ്ഞു. നിന്റെ ഉടായ്പെല്ലാം മതിയാക്കി നീ ശരിക്കും പുറത്തു വാടാ. നീ ഇരട്ട മുഖമല്ല, സിംഹമൊന്നും അല്ല, നീ വെറും കള്ളു ചെന്നായാണ്. ഇവൻ നമ്മളെ പറ്റിക്കുകയും പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെറുതെ വിടരുത്, അടിക്കടാ. മൃഗങ്ങളൊക്കെ ഒന്നു ചേർന്ന് അവനെ ആക്രമിച്ച് അവശനാക്കി. അയ്യോ എന്നെ അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ, സോറി, അയ്യോ അടിക്കല്ലേ, അയ്യോ. അവസാനം അവൻ അവന്റെ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. നോക്കിയേ നോക്കിയേ, 2 തലയുള്ള സിംഹം നിങ്ങളെല്ലാം പേടിപ്പിച്ച് രാജാവ് ഓടുന്നത് നോക്കിയേ. ഇരട്ടത്തലയുള്ള സിംഹത്തിന്റെ പ്രശ്നം തീർന്ന ശേഷം ആ കാട്ടിലെ മൃഗങ്ങളൊക്കെ ശ്വാസം നേരെ വിട്ട് ജീവിക്കാൻ തുടങ്ങി. അവരൊക്കെ രാജനെലിക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചു. അതിനുശേഷം കാട്ടിലെ മൃഗങ്ങളൊക്കെ സന്തുഷ്ടരായി ജീവിച്ചു. ചീക്കുകുരങ്ങൻ ഭക്ഷണം തേടി അലയുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് ഭക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവശനായ അവൻ മരത്തിൽ കയറിയിരുന്നു. ഈ കാട്ടിന് എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും തേടിയിട്ട് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ. ഞാനേ ഒരു കുഞ്ഞു കുരങ്ങനാണ്. എന്റെ കയ്യിൽ ഏത് സാധനം കിട്ടിയാലും ഉടനെ വന്നോളും തട്ടിപ്പറിക്കാൻ. എനിക്ക് കഴിക്കാൻ ഒന്നും കിട്ടാറില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഭക്ഷണം വരണം. ഇനി അതിനു വേണ്ടിയായിരിക്കണം പ്ലാനിങ്. തല പുകഞ്ഞ് ആലോചിച്ച ചിക്കുവിന് ഒരു ഐഡിയ കിട്ടി. പെട്ടെന്ന് അവന് സന്തോഷം തോന്നി. ഈ ഐഡിയ ആയിരിക്കും നല്ലത്. നമ്മുടെ സിംഹരാജാവിന്റെ മന്ത്രിയാവുന്നതാണ് ബെസ്റ്റ്. സിംഹരാജാവിനെ പേടിച്ച് എല്ലാ മൃഗങ്ങളും എനിക്ക് ഭക്ഷണം കൊണ്ടുതരും. ചീക്കുകുരങ്ങൻ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു, സിംഹരാജാവേ, അങ്ങ് വലിയൊരു ബുദ്ധിമാനാണ്. പക്ഷേ
അങ്ങേക്ക് പ്രായമായി വരികയല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങേക്ക് പണ്ടത്തെ പോലെ വേട്ടയാടാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ അങ്ങ് ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് അപ്സെറ്റ് ആകണ്ട. രാജാവിനെ സഹായിക്കുന്നത് പ്രജകളുടെ ഡ്യൂട്ടിയല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ അങ്ങ് എന്നെ അങ്ങയുടെ മന്ത്രിയാക്കണം. നന്നായി ആലോചിച്ച സിംഹരാജാവിന് ഇങ്ങനെ തോന്നി. ഇവൻ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് പണ്ടത്തെ പോലെ ഓടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ശരിക്കും ഹണ്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇവൻ മാത്രം എന്നെ സഹായിച്ചാൽ എനിക്ക് ഭക്ഷണവും കിട്ടും, ബോഡിക്ക് അത്ര സ്ട്രെയിനും കൊടുക്കണ്ട. ചിന്തിച്ചുറച്ച സിംഹരാജൻ കുരങ്ങനോട് ഇങ്ങനെ പറഞ്ഞു. അത് ശരി, പക്ഷേ എന്റെ അടുത്ത് പകരമായി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. നീ വേണമെങ്കിൽ ഒന്നുകൂടെ നല്ലോണം ആലോചിക്ക്. മഹാരാജാവേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് താങ്കളുടെ മന്ത്രിയായ മാത്രം മതി. ഇത് തന്നെ എനിക്ക് കിട്ടാവുന്ന വലിയ ഗൗരവമാണ്. എന്നാൽ ശരി, ഇന്നു മുതൽ നീ എന്റെ മന്ത്രിയാണ്. നാളെ മുതൽ നമ്മളെ രണ്ടുപേരും ഒന്നിച്ചാണ് വേട്ടയാടാൻ പോകുന്നത്. ശരി രാജാവേ, നാളെ രാവിലെ തന്നെ വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പോടുകൂടി വരും. അങ്ങനെ മന്ത്രിയായ ചീക്കു പുറത്തിറങ്ങി നടന്നു. കണ്ട മൃഗങ്ങളോടൊക്കെ അവനിങ്ങനെ പറഞ്ഞു. എല്ലാരും കേട്ടോളൂ ഡിയർ കാട്ടുവാസികളെ, ഈ സംസാരിക്കുന്നത്, അതായത് ഞാൻ ഈ ചിക്കു മഹാരാജാവിന്റെ മന്ത്രിയാണ്. ഇന്നു മുതൽ എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എന്റെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ ഞാനേ സിംഹരാജാവിനോട് കാര്യങ്ങൾ പറയും. പിന്നെ രാജാവ് നിങ്ങളെ ഭക്ഷണമാക്കും. എന്താ ചെയ്യേണ്ടതെന്ന് നല്ലോണം ആലോചിച്ചോ. ഇതൊക്കെ കേട്ട് നമ്മുടെ മുയലച്ചന് പേടിയായി പോയി. വേണ്ട വേണ്ട വേണ്ട, അയ്യോ ചിക്കു, എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നിന്റെ ഭക്ഷണം ഞങ്ങൾ എത്തിച്ചേക്കാം, പക്ഷെ ഞങ്ങളെ രാജാവിനോട് കാട്ടി കൊടുക്കരുത്. ഇത് കേട്ട ചീക്കു രസകരമായി ചിന്തിക്കാൻ തുടങ്ങി. സൂപ്പർ, എന്റെ തലവര ശരിയായി. സമാധാനം, ഇനി ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് തിന്നും. പിറ്റേ ദിവസം ഒരു കുറുക്കൻ വേട്ടയ്ക്ക് കാത്തിരിക്കുകയായിരുന്നു. അത് കണ്ട ചീക്കു കുരങ്ങൻ ആ കുറുക്കന്റെ അടുത്തേക്ക് പോയി വീമ്പിളക്കാൻ തുടങ്ങി. എടി കുറുക്കത്തി, നീ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? ഇവിടെ ഹണ്ടിങ്ങിന് നല്ല സ്ഥലം അല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, രാജാവിന്റെ ഗുഹേന്റെ അടുത്ത് പോ. ബെസ്റ്റ് ഹണ്ടിങ് പ്ലേസ് ആണ്. നീ എന്താ ആ സ്ഥലത്ത് പോയി ഹണ്ട് ചെയ്യാതെ? നിനക്ക് വേഗം ഇരയെ പിടിക്കുകയും ചെയ്യാം, വേഗം ഞണ്ണുകയും ചെയ്യാം. നീ അങ്ങോട്ടേക്ക് വിട്ടേക്ക്. അയ്യോ വേണ്ട കുരങ്ങ, അവിടെ സിംഹം ഉണ്ടാവും, എനിക്ക് പേടിയാ. എന്നെ കൊന്നു തിന്നാലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. എടി നീ ബേജാറാവല്ലേ, ഈ ചിക്കു കുരങ്ങനില്ലേ, എപ്പോ സിംഹരാജാവ് പുറത്തു വന്നാലും ഞാൻ നിനക്ക് സിഗ്നൽ തരാം. അതൊക്കെ ശരി തന്നെ, പക്ഷെ നീ ആ സിംഹത്തിന്റെ മന്ത്രിയല്ലേ, എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന? അയ്യേ, അങ്ങനെയൊന്നും അല്ല. ഞാൻ നിന്റെ അടുത്ത് ഒരു രഹസ്യം പറയാം. ഞാൻ മന്ത്രിയായത് തന്നെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ്. നിന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് സഹായിക്കാൻ തോന്നി. എനിക്ക് മറ്റുള്ളവര് വിശന്നിരിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല. എന്നാ ശരി, നീ പോയിക്കോളൂ, ഞാൻ പിന്നാലെ വരാം. കുറുക്കത്തി കുരങ്ങന്റെ വാക്കുകൾ കേട്ട് ഗുഹയുടെ അകലം വരെ പോയി. ചിക്കു കുരങ്ങൻ പെട്ടെന്ന് ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. അവിടെ രാജാവ് കിടന്നുറങ്ങുകയായിരുന്നു. രാജാവിനെ ഉണർത്തിയ ശേഷം അവൻ പറഞ്ഞു. മഹാരാജാവേ, താങ്കൾക്ക് വേണ്ടി അടിപൊളി സദ്യയാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. പുറത്തൊരു കുറുക്കത്തിയുണ്ട്, വേട്ടയാടുക, ഭക്ഷണം കഴിക്കുക. സൂപ്പർ, നീ ഒരു അടിപൊളി മന്ത്രി തന്നെയാണ്. ഭക്ഷണം എന്നെ തേടി ഈ ഗുഹയിൽ വരുന്നു. ശരി, നീ പുറത്തുപോയി എവിടെങ്കിലും ഒളിച്ചിരിക്കും. എന്റെ ഒപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാലേ അവള് പേടിച്ച് ഓടിപ്പോവും. കുറുക്കത്തി ഗുഹയുടെ അടുത്ത് വേട്ടയ്ക്കൊരുങ്ങി കാത്തിരുന്നു. സിംഹമോ അവളുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ നടന്നുപോയി. ചിക്കു കുരങ്ങൻ ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. സിംഹം കുറുക്കത്തിയുടെ മേൽ ചാടാൻ നിൽക്കുമ്പോൾ കുരങ്ങൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, രക്ഷപ്പെടുത്തു, രക്ഷപ്പെടുത്തു, ഹെൽപ്പ്, ഹെൽപ്പ്. തിരിച്ചു നോക്കിയ കുറുക്കത്തി ചാടി വീഴാൻ നിൽക്കുന്ന സിംഹത്തെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടു. മനോഹരമായ ഒരു വേട്ട തടസ്സപ്പെട്ടതുകൊണ്ട് സിംഹത്തിന് അതീതമായ കോപം വന്നു. സിംഹം ചിക്കു കുരങ്ങനെ വഴക്ക് പറഞ്ഞു. ഇടാ വൃത്തികിട്ട കുരങ്ങേ, നിന്റെ തൊള്ള തുറന്നുകൊണ്ടാണ് ആ കുറുക്കത്തി ഓടിപ്പോയത്. നിന്റെ ബുദ്ധിമോശം കൊണ്ട് ഇന്ന് എന്റെ നല്ലൊരു വേട്ടയാണ് നഷ്ടപ്പെട്ടു പോയത്. മഹാരാജാവേ, ഞാൻ വേണിച്ചിട്ട് ചെയ്തല്ല. ഞാൻ വെറുതെ ആ മരത്തിന്റെ മേലെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. പെട്ടെന്ന് എന്റെ കാലിൽ എന്തോ കൊത്തി. വേദന സഹിക്കാൻ വയ്യാതെ നിലവിളിച്ച് പോയതാണേ മഹാരാജാവേ, ക്ഷമിക്കണം. പക്ഷെ താങ്കൾ വിഷമിക്കണ്ട, താങ്കളുടെ ഭക്ഷണം ഞാൻ എങ്ങനെയെങ്കിലും താങ്കളുടെ അടുത്ത് എത്തിക്കും. ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു വേട്ട ഒരുക്കി തരാം. ദേഷ്യപ്പെടരുത് രാജാവേ. എന്റെ അഭിപ്രായത്തിൽ നീ ഒരു മരപ്പൊട്ടനാണ്. സോ എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. നീ എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇല്ല മഹാരാജാവേ, ഈ പ്രാവശ്യം ഞാൻ സത്യമായിട്ട് ചെയ്തിരിക്കും. സിംഹത്തിന്റെ ദേഷ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട ചിക്കു കുരങ്ങൻ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാനിന്റെ അടുത്തേക്ക് അവൻ ചെന്നു. എന്റെ മാനേ, നീ ഇവിടെ ഈ ഉണങ്ങിയ പുല്ല് തിന്നോണ്ടിരിക്കുക. ആ സിംഹരാജാവിന്റെ ഗുഹയുടെ അടുത്തുനിന്ന് പോയി നോക്ക്, എന്ത് പൊളപ്പൻ പുല്ലുകളാണെന്ന് അറിയോ. അവിടെ പോയി കഴിച്ചൂടെ നിനക്ക്?
നിങ്ങളുടെ കൂട്ടര് പൊതുവെ ബുദ്ധി ഉപയോഗിക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. ദാ ഇപ്പൊ കാണുകയും ചെയ്തു. അങ്ങനെയല്ല കുരങ്ങച്ചാ, ഞാൻ അങ്ങോട്ട് പോയാലേ സിംഹം എന്നെ വേട്ടയാടി തിന്നും. അത് പേടിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോകാത്ത. മനസ്സിലായോടോ? ആ പടുകിളവൻ സിംഹമാണോ വേട്ടയാടാൻ പോകുന്നത്? അയാൾക്ക് ശരിക്കും നടക്കാനേ പറ്റില്ല. ഇക്കുരങ്ങന്റെ വാക്കുകൾ മാനിന്റെ ഭയമകറ്റി. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങോട്ട് പോവാ. സിംഹം എന്റെ വേട്ടയാടാൻ വന്നാലേ ഞാൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കും. അതിന് ഓടാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാൻ ഗുഹയെ നോക്കി നടക്കാൻ തുടങ്ങി. കുരങ്ങനോ വള്ളികളിൽ ചാടി പെട്ടെന്ന് ഗുഹയിലെത്തി. സിംഹരാജന്റെ അടുത്തെത്തി അവൻ ഇങ്ങനെ പറഞ്ഞു: മഹാരാജൻ, ഇപ്രാവശ്യം ഒരു മാസ്റ്റർ പ്ലാൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്കളുടെ സദ്യ കുറച്ചു നേരത്തിൽ വരും. ഫ്രഷ് മാനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങ് ഇവിടെ തന്നെ ഇരിക്കൂ. അത് വന്നതും അങ്ങ് വേട്ടയാടി കഴിക്കൂ. ശരി, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൊട്ടത്തരം കാണിക്കരുത്. യഥേഷ്ടം പുല്ല് തിന്നുന്ന മാനിനെ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് സിംഹം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങനോ പഴയതുപോലെ മരത്തിന്റെ മേലിരുന്നു. സിംഹം വേട്ടയ്ക്കായി ചാടാൻ തുടങ്ങിയപ്പോൾ കുരങ്ങൻ പഴയതുപോലെ വീണ്ടും കരയാൻ തുടങ്ങി. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, ഹെൽപ്പ് ഹെൽപ്പ്. മാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സിംഹം ചാടാനായി നിൽക്കുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മാൻ പാഞ്ഞു പോയി. സഹിക്കാനാവാതെ കോപത്തോടെ സിംഹം പറഞ്ഞു: നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരു മരപ്പൊട്ടനാണ്. നിന്നെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയാടാ പൊട്ട. സിംഹരാജാവേ, ഇത് സത്യമായിട്ട് എന്റെ തെറ്റേ അല്ല. മരത്തിൽ ഇരുന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി തേനീച്ച കൂടിൽ കൊട്ടു. തേനീച്ചകളൊക്കെ മൊത്തമായിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിലവിളിച്ച്. നിങ്ങളൊന്ന് സമാധാനിക്ക് സിംഹരാജാവേ. ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരും. ഈർഷ്യയോടുകൂടി സിംഹം: ഈ മരപ്പൊട്ടന്റെ കളിയെല്ലാം എനിക്ക് മതിയായി. ഇനി ഞാൻ രാജതന്ത്രം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാം. അങ്ങ് എന്താണ് ഈ പറയുന്നത് രാജാവേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിംഹം കുരങ്ങന്റെ വാല് കടിച്ചു പിടിച്ച് ഒരു മരത്തിന്റെ അടുത്തേക്ക് പോയി. മരത്തിൽ തലകീഴായി ചിക്കുരങ്ങനെ സിംഹം കെട്ടിയിട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു ചെന്നായയും ഭാര്യയും വന്നു. മരത്തിൽ തലകീഴായി കിടക്കുന്ന കുരങ്ങനെ ചെന്നായ കണ്ടു. കണ്ടാടി, ഇതാ നമ്മളെ ശാപ്പാട് ഇവിടെ കിടക്കുന്നു. ഇത് കഴിച്ചിട്ട് പോയാ മതി. ടേക്കേ, അവൻ സ്വയം ഇറങ്ങിപ്പോയിക്കോളും. എനിക്ക് തോന്നുന്നത് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ആരോ ചെയ്ത കെണിയാണെന്നാണ്. നമ്മൾ സൂക്ഷിക്കണം. എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കുരങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടത്? ഇതും പറഞ്ഞു ചെന്നായും ഭാര്യയും പോയി. പക്ഷേ വിശപ്പ് സഹിക്കാനാകാതെ കാലു ചെന്നായ അവിടേക്ക് തിരിച്ചു വന്നു. വിശക്കുമ്പോഴേ കിട്ടുന്നത് കഴിക്കണം, അതാണ് ബുദ്ധി. ബട്ടർ ചിക്കൻ കിട്ടിയില്ലെങ്കിലേ ബട്ടർ കുരങ്ങനാണെങ്കിലും കഴിച്ചേക്കണം. ഇന്ന് ഈ കുരങ്ങനാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. കുരങ്ങനെ ആക്രമിക്കാൻ ഒരുങ്ങിയ ചെന്നായെ നമ്മുടെ സിംഹം അടിച്ചിട്ടു. എന്നിട്ട് ഗർവത്തോടു കൂടി കുരങ്ങനോട് പറഞ്ഞു: കണ്ടോടാ, ഇതാടാ സിംഹത്തിന്റെ രാജതന്ത്രം. ഇങ്ങനെയായിരിക്കും ഇനി നിന്റെ ജീവിതം. നീ ഇങ്ങനെ ത്രിശങ്കുവായി കിടക്കും. എന്റെ ഭക്ഷണം കുശാലാകും. എന്റെ വനദേവതയെ, ഇത്രയും വലിയ കെണിയിലാണോ എന്നെ പെടുത്തിയത്? അധ്വാനിക്കാതെ ഞണ്ണാമെന്ന് വിചാരിച്ച എന്റെ ജീവിതം ഇങ്ങനെ ഓഞ്ഞാട്ടെ ആയിപ്പോയല്ലോ എന്റെ ദേവി. സിംഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒട്ടും താമസിയാതെ സിംഹം തിന്നാൻ തുടങ്ങി. തീറ്റ കഴിഞ്ഞ സിംഹം കുരങ്ങനെ പൊക്കിയെടുത്ത് ഗുഹയിൽ അടച്ചു വെച്ചു. ഗുഹയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട കുരങ്ങനോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിക്കുരങ്ങന് ഒരു കാര്യം മനസ്സിലായത്. അധ്വാനിച്ച് കിട്ടുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കുറുക്കുവഴി എപ്പോഴും ആപത്താണെന്ന്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു കാര്യം, വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ചെയ്യില്ലേ?